ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്ന്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഫൂൾ, 8 ഓഫ് വാൺസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ടവർ, നൈറ്റ് ഓഫ് സോർട്സ്, 10 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുൾ കാർഡാണ് ആദ്യം കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലർക്കിത് പുതിയൊരു ബന്ധമായിരിക്കാം, ചിലർക്കിത് പുതിയ ജോബായിരിക്കാം. എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു ഫുൾ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ആ, ഇവിടെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് നാളുകളായി നിങ്ങൾ ആരെങ്കിലുമായിട്ട് മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ആ മിണ്ടാതെ ഇരിക്കുന്ന ആ ഒരു വ്യക്തികളുമായിട്ട് നിങ്ങൾ വേഗത്തിൽ മിണ്ടാൻ സാധ്യതയുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്രാവൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കുന്ന ഒരു എനർജിയും ഈ ഒരു 8 ഓഫ് വാണ്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും ഈ ഒരു 8 ഓഫ് വാണ്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തോ ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളോട് പഠിക്കുവാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് മനസ്സിൽ ഒരു ആഗ്രഹമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ മുൻപോട്ട് പൊയ്ക്കോളൂ. കാരണം ഒരു ചെറിയ സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെ എടുത്താൽ മാത്രമേ ഒരു വലിയ ഫലം നിങ്ങൾക്ക് അരികിലേക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുവാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് നമുക്കിവിടെ ഈ ഒരു 4 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ടവറാണ്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അടുത്തിടെയായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വിട്ടുപോയതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ടോക്സിക് കണക്ഷനുകളായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ചില സ്വഭാവ രീതികളായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയതായിട്ടാണ് ഈ ഒരു ടവർ കാർഡ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുവാനായിട്ടുള്ള പ്രധാന കാരണം ഇവിടെ യൂണിവേഴ്സ് തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അടുത്ത സമയത്ത് ഉണ്ടാകുവാനുള്ള കാരണവും ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇപ്പോൾ വളരെയധികം ആവേശം കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഏത് കാര്യത്തിനാണോ ആവേശം കാണിക്കുന്നത് ആ കാര്യം നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആവേശം ഒന്ന് കുറയ്ക്കുക എന്ന് ഈ ഒരു നൈറ്റ് ഓഫ് സോർട്സിലൂടെ യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 10 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ്. അതായത് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സോൾഫുൾ ബോണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നിങ്ങൾ ഉടൻ നയിക്കുവാൻ പോകുന്നതായിട്ട് ഈ ഒരു 10 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് യൂണിവേഴ്സ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഇവിടെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പല ഓപ്ഷനുകളും പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇല്യൂഷനിൽ കുടുങ്ങാതെ നിങ്ങളുടെ ഹാർട്ടിനെ കേൾക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് യാഥാർത്ഥ്യവും മിഥ്യയായ കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ജഡ്ജ്മെന്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഡിവൈൻ ടൈമിംഗ് ആണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സോള് ഒരു ഹയർ പർപ്പസിനായിട്ട് വിളിക്കപ്പെടുന്നു എന്ന് ഈ ഒരു ജഡ്ജ്മെന്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പാസ്റ്റ് മിസ്റ്റേക്സ് എല്ലാം
ഹീല് ചെയ്ത് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ നിങ്ങൾക്ക് ടൈം ആയെന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റ് കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് ഇതൊരു ഡിവൈൻ ടൈമിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പഴയ തെറ്റുകളൊന്നും ഇനി ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.